നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ പൂജ എല്ലാ ദിവസവും രാവിലെ 4 മണി മുതൽ 6 മണി വരെ നടക്കുന്നതാണ്. ഈ പൂജയിൽ നമ്മളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇങ്ങനെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നമ്മളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. 8 നക്ഷത്രക്കാരെ തേടി ലക്ഷ്മി നാരായണ യോഗം എത്തിയിരിക്കുകയാണ്. നവഗ്രഹങ്ങളില് ശുക്രനാണ് ധനത്തിന്റെ ദേവനായി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ശുക്രന്റെ ഓരോ മാറ്റവും വേദജ്യോതിഷ പ്രകാരം അനുകൂലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ബുധനും ശുക്രനും ചേർന്ന് വരുമ്പോൾ രൂപം കൊള്ളുന്ന ലക്ഷ്മി നാരായണ യോഗം നിങ്ങളുടെ ജീവിതത്തില് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സന്തോഷം, സമൃദ്ധി, ഐശ്വര്യം, സംസാരം എന്നിവയിലെല്ലാം നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ കൊണ്ടുതരുന്നത് ബുധനാണ്. ശുക്രൻ മീനം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫെബ്രുവരി 27-ാം തീയതി ബുധനും മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ലക്ഷ്മി നാരായണ യോഗം രൂപം കൊള്ളുന്നത്. എന്നാൽ മീനം രാശിയിൽ രാഹു കൂടി സ്ഥിതി ചെയ്യുന്നതിനാല് ഇത് 12 രാശിക്കാരിലും യോഗഫലം നൽകുന്നുണ്ട്. എന്നാൽ ചില രാശിക്കാരിൽ ഒരുപാട് നേട്ടങ്ങളാണ് ലക്ഷ്മി നാരായണ യോഗം നൽകുന്നത്. വ്യക്തമായി പറഞ്ഞാൽ 3 രാശിയിൽപ്പെട്ട ആളുകൾക്ക് വളരെ നല്ല ഫലങ്ങളാണ് ഇതുമൂലം ഉണ്ടാവാൻ പോകുന്നത്. അതായത് 8 നക്ഷത്രക്കാർക്ക്. അവർ ആരൊക്കെയാണ്, ഏതൊക്കെ രാശിക്കാരാണ്, ഇവർക്കുണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം അടങ്ങുന്ന ധനു രാശിക്കാർക്കാണ്. ധനുരാശിയുടെ 4-ാം ഭാവത്തിലാണ് ലക്ഷ്മി നാരായണ യോഗം രൂപം കൊള്ളുന്നത്. ഇതിന്റെ ഫലമായിട്ട് നേട്ടങ്ങൾ ധാരാളം ഇവരുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയാണ്. സാമ്പത്തിക സ്ഥിതി അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും മുന്നേറുന്നത്. കുടുംബത്തോടൊപ്പം മികച്ച സമയങ്ങൾ ചെലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ജീവിതത്തിൽ സന്തോഷവും സുഖവും എല്ലാം നിങ്ങളെ തേടി എത്തുന്നതാണ്. റിയൽ എസ്റ്റേറ്റും ബ്രോക്കറിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണിത്. പലപ്പോഴും നിങ്ങൾക്ക് സമൂഹത്തിൽ മാന്യമായിട്ടുള്ള സ്ഥാനവും അംഗീകാരവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. സന്തോഷകരമായിട്ടുള്ള ദാമ്പത്തിക ജീവിതമാണ് നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നത്. വിവാഹം നടക്കാതിരുന്നവരുടെയൊക്കെ വിവാഹം നടക്കാൻ പോവുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ടും പരിഹരിക്കുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്തൊക്കെ വൻ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഈ യോഗം നിങ്ങൾക്ക് കൊണ്ടുതരുന്നത്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഉത്തരം അവസാന 1/4 ഭാഗവും അത്തവും ചിത്തിര ആദ്യ അരഭാഗവും ചേരുന്ന കന്നി രാശിക്കാർക്കാണ് ഈ ലക്ഷ്മി നാരായണ യോഗം മൂലമുണ്ടാകുന്ന ഭാഗ്യ അനുഭവങ്ങൾ സിദ്ധിച്ചിരിക്കുന്നത്. കന്നി രാശിക്കാർക്ക് അവരുടെ 7-ാം ഭാവത്തിലാണ് ലക്ഷ്മി നാരായണ യോഗം രൂപപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഇത് പരസ്പരം ഉള്ള സ്നേഹവും ഐക്യവും ഒക്കെ ഇവരിൽ വർദ്ധിപ്പിക്കുന്നതാണ്. കൂടാതെ പ്രണയിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. പങ്കാളിയോടൊത്ത് കൂടുതൽ സമയം ചെലവഴിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതിയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതായിട്ട് മാറുന്നതാണ്. സന്തോഷകരമായിട്ടുള്ള പല സാഹചര്യങ്ങളും നിങ്ങളെ തേടിയെത്തുകയാണ്. അവിവാഹിതരായ പ്രായമായ ആളുകൾക്കും അവർക്കൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവാൻ പോവുകയാണ്. കന്യരാശിക്കാരെ അപേക്ഷിച്ച് ദാമ്പത്യ സുഖവും സാമ്പത്തികവുമാണ് ഈ ലക്ഷ്മി നാരായണ യോഗം കൊണ്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ മേന്മ. എല്ലാ തരത്തിലുമുള്ള പ്രതിസന്ധികളും നിങ്ങൾക്ക് ഇല്ലാതെ ആവുന്നതാണ്. വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. കൂടാതെ ത്തിലേക്കൊക്കെ ഉയരുന്നതാണ്. നിങ്ങൾ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ്. ചിലവാക്കുന്നതിന്റെ ഇരട്ടി നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നു എന്നുള്ളതാണ് സാമ്പത്തികത്തിന്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകുക. അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും ചേരുന്ന കർക്കിടകം രാശിക്കാർക്കാണ്. കർക്കിടകം രാശിക്കാർക്ക് അവരുടെ 9-ാം ഭാവത്തിലാണ് ലക്ഷ്മി നാരായണ യോഗം രൂപം കൊള്ളുന്നത്. ഇതിന്റെ ഫലമായി പലപ്പോഴും സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയുകയാണ്. മാത്രമല്ല സന്തോഷവും സമാധാനവും എല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നത്തിന് പ്രതിവിധിയാകുകയാണ്. ബുധന്റെ അനുഗ്രഹത്തിലെ എല്ലാ മേഖലകളിലും സന്തോഷകരമായിട്ടുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ടാകുകയാണ്. കൈവയ്ക്കുന്ന എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കുന്നതാണ്.
കൂടാതെ പുതിയ ഭവനം പണിയാനും വീടിന്റെ പുനരുദ്ധാരണം നടത്താനും നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒരു മാറ്റം വരുത്താനും എല്ലാം ഇത് സഹായിക്കുന്നതാണ്. ഭാഗ്യം പൂർണ്ണമായിട്ടും നിങ്ങളുടെ പക്ഷത്തേക്ക് വരികയാണ്. സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ ലക്ഷ്മി നാരായണ യോഗം കൊണ്ട് നിങ്ങൾക്ക് നൽകുന്നത്. ഈ സമയത്ത് ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്നതാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. സാമ്പത്തികം വളരെ മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. ബിസിനസ്സിലൊക്കെ വളരെയധികം ലാഭം ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ എന്ത് ബിസിനസ് ചെയ്താലും ഈ സമയം വളരെ നല്ലതാണ്. ഫെബ്രുവരി 27 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുകയാണ്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. കൂടാതെ വേണ്ടപ്പെട്ട കൈകളിലേക്ക് അന്നദാനം നടത്തുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇതുപോലുള്ള അറിവുകളും വിശേഷങ്ങളും ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.